നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ റമളാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയത അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അഥവാ നമ്മൾ റമളാനോടുകൂടി നമ്മളിപ്പോൾ വൃത്തിയായിരിക്കുകയാണ്. ഏതുപോലെ? നമ്മളൊരു വസ്ത്രം അലക്കി വൃത്തിയാക്കി, അപ്പോൾ അത് പരിശുദ്ധമാണ്. അതിൽ നമ്മൾ ഉടനെ തന്നെ ചേറുപരട്ടുകയില്ലല്ലോ, ചളി അതിൽ തേക്കുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അലക്കി വൃത്തിയാക്കിയ വസ്ത്രം അത് നല്ല രൂപത്തിലാണ് നമ്മളതിനെ പരിപാലിക്കുക. അതുപോലെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു, നമ്മളുടെ ഹൃദയം ശുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്, പെരുന്നാളോടുകൂടി പാപങ്ങളൊക്കെ മായ്ച്ച് സ്വർഗാവകാശിയായ നിലയിലാണ് നമ്മളുള്ളത്. ഇനി അങ്ങോട്ടുള്ള ജീവിതം ആ ആത്മീയമായിട്ട് നമ്മൾ ജീവിക്കണം. തെറ്റുകൾ വരാതെ സൂക്ഷിക്കുകയും നന്മകൾ ധാരാളം ചെയ്യുകയും ചെയ്യണം. നമ്മൾ റമളാനിൽ നല്ല അച്ചടക്കത്തോടു കൂടിയാണ് ജീവിച്ചത്. കാരണം നോമ്പുകാരാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ റമളാനിന് ശേഷവും നമ്മൾ നല്ല ആത്മീയതയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് പുരോഗതി ലഭിച്ചു, റമളാൻ കൊണ്ട് നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഹജ്ജ് കഴിഞ്ഞ് വന്ന ഒരാൾ, അയാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ല രൂപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹജ്ജ് സ്വീകരിച്ചു എന്ന് പറയാം. അതുപോലെ റമളാൻ കഴിഞ്ഞിട്ട് റമളാന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം പണ്ടത്തേക്കാൾ കൂടുതൽ മാറ്റമുണ്ടെങ്കിൽ, ആത്മീയത വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ആ റമളാൻ അയാളിൽ സ്വീകരിച്ചു എന്ന് പറയാം. അതുപോലെയാണ്. അപ്പം അതുകൊണ്ട് ഈ റമളാൻ കൊണ്ട് അല്ലാഹു തആല നമ്മളിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് എന്നാണ്. റമളാൻ കൊണ്ട് അള്ളാഹുവിൻ്റെ ലക്ഷ്യം അതാണ്. അഥവാ തുടർന്നങ്ങോട്ടുള്ള ജീവിതം നല്ലവരായി ജീവിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ഇതുവരെ ചെയ്തിരുന്ന തെറ്റുകളൊക്കെ ഒഴിവാക്കി നല്ല രൂപത്തിൽ ചിന്തിക്കുകയും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ വിജയിച്ചത്. അപ്പോഴാണ് നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ച ആ മുത്തഖീങ്ങളിൽ നല്ലവരിൽ നമ്മൾ പെടുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ റമളാനിൽ സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, ഫർളായ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീര അവയവങ്ങളൊക്കെ തെറ്റിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാവിനെ നമ്മൾ എല്ലാ തെറ്റിൽ നിന്നും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. റമളാനാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് റമളാനിന് ശേഷവും തെറ്റ് തന്നെയാണല്ലോ. റമളാനിൽ ചെയ്യുമ്പോഴും തെറ്റാണ്, തെറ്റ് തന്നെയാണ്. റമളാൻ അല്ലാത്ത കാലത്തും തെറ്റ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജീവിതം നല്ല ആത്മീയതയിലായിരിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കും കുടുംബത്തിനൊക്കെ നല്ല രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുൻകാല മഹാന്മാരൊക്കെ ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. റമളാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസം അല്ലാഹുവേ റമളാൻ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്യുമെന്നാണ്. അപ്പോൾ അത് സ്വീകരിച്ച് കിട്ടുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ള 6 മാസം അടുത്ത റമളാൻ വരാൻ വേണ്ടി അവർ ദുആ ചെയ്യും. അങ്ങനെയാണ് മഹാന്മാർ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മഹാന്മാരോടുകൂടെ
സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുൻഗാമികളൊക്കെ ജീവിച്ചതുപോലെ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.